ഹലോ ഫ്രണ്ട്സ്, വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചു കേട്ടോ. വേറെ എങ്ങോട്ടല്ല, എൻ്റെ നാട്ടിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ കണ്ടത് തന്നെയാണ് മുന്നും. എന്നാലും ജസ്റ്റ് ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. ഞാനും അനിയത്തിയും കൂടി വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഫസ്റ്റ് പോയത് നാഗക്ഷേത്രത്തേക്ക് കേട്ടോ. വീടിനടുത്തുള്ളത് തന്നെയാണ്. അടിപൊളി വൈബാട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. അതൊരു നാഗക്ഷേത്രം മാത്രമല്ല കേട്ടോ, അതൊരു തറവാട് കൂടിയാട്ടോ അത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങണം കേട്ടോ. ഇത് ക്ഷേത്രത്തേക്ക് എത്താൻ ഒരു ഇറക്കം ഇറങ്ങി. അവിടെ റോഡാകെ നാശമായി കിടക്കായിരുന്നു. എല്ലാ വർഷവും കന്നിമാസത്തിലായില്യ നാളിൻ്റെ അന്ന് പരിപാടികളൊക്കെ നടക്കണ അമ്പലം കേട്ടോ അത്. വലിയ ആഘോഷമായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ നടക്കണ ഒരു അമ്പലം അത്. നാഗക്ഷേത്രമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ. നല്ല രസമാട്ടോ അത് കാണാൻ. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി അവരോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തതും ഫോട്ടോസൊക്കെ എടുത്തതും. അവരോട് ചോദിച്ചിട്ട് തന്നെയാണ്. നല്ലൊരു അടിപൊളി ഒരു വൈബാട്ടോ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ. കുളത്തിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ, കാരണം അവിടെ ഉള്ളവർ, തറവാട്ടിലുള്ളവർ, അവർ ഉപയോഗിക്കണ കുളം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല അതിൽ. പഴയ തറവാടിൻ്റെ അതേ തനിമ നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവർ. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് കൊടക്കല്ല് കാണാനാട്ടോ. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അത് വരുന്നത് കേട്ടോ. കൊടക്കല്ല് കാണാനാണ് പോയത്. സ്ഥലങ്ങളൊക്കെ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലാട്ടോ. തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിൽ അരിയന്നൂർ എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് കേട്ടോ ഇതൊക്കെ കൊടക്കല്ലൊക്കെ ഉള്ളത്. പണ്ട് കാലത്തൊക്കെ മൃതദേഹങ്ങൾ അടക്കിയിരുന്നത് ഇതേപോലെ കല്ലുകളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അത് പിന്നീട് കുടയുടെ ഷേപ്പിലുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അത് മറച്ചിരുന്നത്. അതുകൊണ്ടാണ് കൊടക്കല്ല് എന്നുള്ളൊരു പേര് തന്നെ അതിന് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് വെട്ടുക്കൽ ഗുഹ കാണാനാണ്. അത് ഈ ഒരു കൊടക്കല്ലിനു സിമിലറായിട്ടുള്ളൊരു സംഭവം കേട്ടോ അത്. പോണ വഴിയിൽ കോവിലിന് സ്മാരകമൊക്കെ കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ ഈ വെട്ടുക്കൽ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് വെട്ടുക്കൽ ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് അവർ താമസിക്കാൻ ഉപയോഗിച്ചിരുന്ന അത് മണ്ണിലാണ്, നിലത്ത് കുഴിച്ചിട്ടാണ് അത് പണിതിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ ബെഡും ഒക്കെ ഈ വെട്ടുകല്ലും കൊണ്ടാണ് അത് അവർ തീർത്തുകണത്. വെട്ടുകല്ലും കൊണ്ട് ബെഡായാലും ചെറിയ അറകളായാലും അവർ പണിതിരിക്കുന്നത് വെട്ടുകല്ലും കൊണ്ടാണ്. അതാണ് വെട്ടുക്കൽ ഗുഹ എന്നുള്ളൊരു പേര് വന്നത് തന്നെ. പുറത്ത് അത്രയും ചൂടുണ്ടെങ്കിലും കൂടി ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ അതിൻ്റെ അകം നല്ല കൂളിംഗ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പ് ഫീൽ ചെയ്തു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. നേരെ വിട്ടത് കല്ലുത്തിപ്പാറ എന്നുള്ളൊരു ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രം മാത്രമല്ല, അവിടെ ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസാണത്. പോണ വഴിയിൽ ചെമ്പകം കണ്ടപ്പോൾ അത് പറിക്കുകയും ചെയ്തു കേട്ടോ. അനിയത്തിക്ക് ചെമ്പകം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ്. കല്ലുത്തിപ്പാറ എന്നുള്ള ആ ഒരു പേര് വരാൻ തന്നെ ഒരു കാരണമുണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുള്ള പാറക്കെട്ടിൻ്റെ മുകളിൽ പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ആ ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് തന്നെ. പോണ വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ മുളങ്കാട് പോലെ ഉണ്ട്. അവിടെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വരാറുണ്ട് ഡാൻസ് പ്രാക്ടീസിനും മറ്റും ഒക്കെ ആയിട്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനി അടിച്ചിരിക്കാനൊക്കെ അവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഒരു ഊഞ്ഞാലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. അടിപൊളി കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അതൊരു വേറൊരു ഫീൽ തന്നെയാണ്. ഒരു തരി പോലും ചൂടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ അകത്ത്. അത്ര കൂളിംഗ് ആയിരുന്നു. അതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ അമ്പലത്തേക്ക് കയറുന്നിടത്ത് തന്നെ ഒരു സൈഡിൽ നാഗപ്രതിഷ്ഠ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു 3 മണി നേരം, പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെ കയറുന്നിടത്ത്. ആ നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പാറയുടെ മുകളിലേക്ക് കയറി. ഭയങ്കര ചൂടായിരുന്നു, കാല് പൊള്ളായിരുന്നു. അതേപോലെ ചൂടായി. അത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വണ്ടിയുമ്പോൾ വരുമ്പോൾ ഉണ്ടായിരുന്നതിനൊക്കെ ഡബിൾ ഇരട്ടി ചൂടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. അങ്ങനെ അധികം നേരം നിന്നില്ല ഞങ്ങൾ. അങ്ങനെ ചെരുപ്പിടാൻ പറ്റില്ലല്ലോ, ചെരുപ്പിടാതെ കയറിയത്. അപ്പോൾ നല്ല ചൂടായിരുന്നു. കാലൊക്കെ പൊള്ളിയിട്ട് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണുന്ന പോലെ തന്നെ പാറക്കെട്ടിൻ്റെ സെൻട്രലായിട്ടാട്ടോ ഈ അമ്പലം വന്നിരിക്കുന്നത്. ഇവിടെയാണ് പണ്ട് ശ്രീകൃഷ്ണൻ
ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞിരിക്കുന്ന സ്ഥലം ഈ പാറക്കെട്ടിൻ്റെ മുകളിലായി കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കല്ലുത്തിപ്പാറ എന്നുള്ളൊരു പേരും വന്നത്. അതിൻ്റെ ചുറ്റും ബ്യൂട്ടിഫുൾ ആട്ടോ, പറമ്പും അടിപൊളി പ്ലേസ് ആട്ടോ, സൂപ്പറാണ്. ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ, ആ വ്യൂ തന്നെ സൂപ്പറാവും. ഇതാണ് കേട്ടോ ആ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്ന് പറയണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അധികം നേരം നിന്നില്ല, ഞാൻ അത്രയും ചൂടായിരുന്നു, അവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.